ദക്ഷിണ കൊടുക്കാനും ദീക്ഷ കൊടുക്കാനും വരം കൊടുക്കാനും ശാപം കൊടുക്കാനും മാനവും അഭിമാനവും സർവ്വതും ഓരോ ആചാര്യന്മാരും ആരാചാര്യന്മാരും എന്ന് പറയുന്നവരുടെ മുന്നിൽ അടിയറ വയ്ക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഇതൊന്ന് കേൾക്കണം. മതം മാറാനും മനം മാറാനും മാതാവിനെയും മാതൃഭൂമിയെയും ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേൾക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ദൈവം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടുണ്ടോ? ശരിക്കും എന്താണ് ദൈവം? ദ്രവ്യമാണ് ദൈവം. അതായത് നമ്മൾ പറയാറില്ലേ സാധാരണ, ദ്രവ്യം നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ശരിക്കും പറയേണ്ടത്. ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് ദ്രവ്യം നമ്മളെ രക്ഷിക്കട്ടെ എന്ന്. ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ദ്രവ്യത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. ദിവകാരണമായിരിക്കുന്ന ശക്തി എന്താണോ അതെല്ലാം ചേർന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ ദ്രവ്യശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ പ്രവൃത്തിയിൽ സാധാരണ നമ്മൾ പറയാറില്ലേ, ഒരു ദൈവികത ഉണ്ടാവണം കേട്ടോ, ഒരു ദൈവശുദ്ധി ഉണ്ടാവണം, ഒരു പരിശുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ദ്രവ്യശുദ്ധി ഉണ്ടാവണം എന്നാണ് അർത്ഥം. ദ്രവ്യവിശേഷങ്ങളാണ് നമ്മളുടെ സുവിശേഷങ്ങൾക്ക് കാരണം, നല്ല വിശേഷങ്ങൾക്ക് കാരണം. സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നതെല്ലാമാണ് ദ്രവ്യവിശേഷം. ആ ദ്രവ്യവിശേഷങ്ങൾക്ക് നല്ല സുവിശേഷമായിട്ട് ആ ദ്രവ്യവിശേഷങ്ങൾ മാറണമെങ്കിലോ, നമുക്ക് സുവിശേഷം നല്ല വിശേഷം ഉണ്ടാവണമെങ്കിലോ, സുവിശേഷം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ മറ്റൊരു കൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ സുവിശേഷ മഹാമഹം ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട. രോഗങ്ങൾ തോന്നലുകളല്ല, തോന്നലുകൾ രോഗമാവാം. ഇപ്പോൾ സുവിശേഷം നടത്തിയാൽ നമ്മളുടെ രോഗം മാറില്ല. നമ്മളുടെ ദ്രവ്യശുദ്ധി കൊണ്ട്, ആ ദ്രവ്യശുദ്ധിയാൽ നമുക്ക് നല്ല വിശേഷങ്ങളെ ജനിപ്പിക്കുവാൻ പറ്റുന്ന നല്ല സ്പർശത്തെ, നല്ല രസത്തെ, നല്ല ഗന്ധത്തെ, നല്ല രൂപത്തെ, നല്ല ശ്രവണത്തെ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് സുവിശേഷത്തിന് കാരണം. ദ്രവ്യശുദ്ധിയുള്ള ഭക്ഷണമാണ് നമ്മളുടെ നല്ല വിശേഷങ്ങൾക്ക് കാരണം. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ദ്രവ്യമാണ് എന്നറിയാം. ഒരുപാട് പാൽപ്പായസം ഉണ്ടാക്കി വെച്ച് ഒരു തുള്ളി അതിനകത്തേക്ക് വിഷം ചേർന്നാലോ അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പോൾ ദ്രവ്യശുദ്ധിയാണ് വേണ്ടത്. ദ്രവ്യമാണ് നമ്മളെ വധിക്കുന്നതും, ദ്രവ്യമാണ്. ദ്രവ്യം അധികമായാലോ, ഇപ്പം നമ്മൾ ഭക്ഷണം ആവശ്യത്തിനാണ് കഴിക്കേണ്ടത്, അമിതമായാലോ അതും പ്രശ്നമാണ്. കുറഞ്ഞു പോയാലോ അതും പ്രശ്നമാണ്. മഴ അധികമായി കിട്ടിയാലോ അത് പ്രശ്നമാണ്. വെയിൽ അധികമായാലോ അതും പ്രശ്നമാണ്. കാറ്റധികമായാലോ അതും പ്രശ്നമാണ്. അപ്പോൾ ദ്രവ്യം പരസ്പരം നിയന്ത്രിക്കപ്പെടുകയാണ്. ഒരു സഖ്യമാണ്. ആ സഖ്യമാണ് നമുക്ക് സൗഖ്യത്തെ ഏകുന്നത്. ഈ 5 എലമെൻസാണ് നമുക്ക് സഖ്യത്തെ ഏകുന്നത്. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന ആ സഖ്യത്തിന് സൗഖ്യത്തെ നൽകുന്നത് ഗ്രഹങ്ങളാണ്. ഭൂമിയിലെ മൂല്യമുള്ള അവസ്ഥയിലേക്ക്, ഭൂമിയെ പൂജനീയമാകുന്ന അവസ്ഥയിലേക്ക് ആ ദ്രവ്യവിശേഷങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നത് ഗ്രഹങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഗ്രഹങ്ങളുടെ അനുഗ്രഹമാണ് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പോലും കാരണം. അപ്പോൾ നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്തൊരു ഉപഗ്രഹമുണ്ട്, ചന്ദ്രൻ്റെ നക്ഷത്രമുണ്ട് അതിനകത്ത്. സൂര്യനോ കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷെ നമ്മളെല്ലാം ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന് കാരണം നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമായിരിക്കുന്ന നവസഖ്യങ്ങളാണ് നവഗ്രഹങ്ങൾ. പൂജ്യമായിരിക്കുന്ന ഭൂമിയെ പൂജനീയമാക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹവർഷമാണ്. ഗ്രഹങ്ങളുടെ അനുഗ്രഹവർഷമാണ്. അത് ദ്രവ്യവിശേഷങ്ങളാണ്, ദ്രവ്യത്തിൻ്റെ വൈഭവമാണ്. നമുക്ക് സൂര്യനിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിനെ മാത്രം നമ്മൾ വിശ്വസിക്കുകയും നമുക്ക് കാണാൻ കഴിയാത്തതിനെ നമ്മൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്ന് പറഞ്ഞാൽ ദ്രവ്യമാകുന്നു, മാറ്ററാകുന്നു, മദറാകുന്നു. ഇവിടെ ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളുണ്ട്, നിഗൂഢതകളാണ് ദൈവവിശ്വാസം എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരിക്കലും നിഗൂഢതകളല്ല. നിഗൂഢതകൾ നമ്മളുടെ അജ്ഞതയുടെ ഖനിയാണ്. നമ്മളുടെ അജ്ഞത കൊണ്ടാണ് ദൈവത്തെ നിഗൂഢമായിട്ട് നമ്മൾക്ക് കാണുവാനും, നമുക്കൊരിക്കലും
കാണാൻ കഴിയില്ല എന്ന് നമുക്കൊരിക്കലും സാധ്യമല്ല, ദർശനം പോലും സാധ്യമല്ല എന്നൊക്കെ വിചാരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്നതിന് കാരണം എന്താണ്? നമ്മളെ ഇത് വെച്ച് ചൂഷണം ചെയ്യുന്ന വലിയൊരു ഭാഗം ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ്. മണിമാളികകളും സ്വർണ്ണ കൂടാരങ്ങളിലും ജീവിക്കുന്ന, സ്വർണത്തിൽ പൊതിഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇതിൻ്റെ പേരിൽ നമ്മളെ വഞ്ചിക്കുന്നത് കൊണ്ടാണ്. ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ നിഗൂഢമായിട്ട് നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇത്തരത്തിലുള്ള ചൂഷണ സ്വഭാവമുള്ള മതങ്ങൾക്കും ജാതികൾക്കും എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഈ മതവിഭാഗങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ദൈവം അത് വളരെ സിമ്പിളാണ്, ലളിതാംബികയാണ്. അത്രയും സിമ്പിളാണത്. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതുമാണ്. കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ നിഗൂഢത കൂടുകയില്ല. അറിയുന്തോറും അത് ലളിതാംബികയായിട്ട് വരികയാണ്. അതിന് ഒരു ദിശയുടെയും ആവശ്യമില്ല, അതിന് ഒരു രീതിയിലുള്ള കഠിനവ്രതങ്ങളുടെയും ആവശ്യമില്ല. തിയോളജി ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് നമ്മൾ അറിയേണ്ടത്, ആ ശാസ്ത്രത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭാരതീയ ദർശനങ്ങൾ പ്രകാരം സ്ത്രീഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് ദേവീ സങ്കല്പങ്ങളുണ്ട്, സ്ത്രീ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ പ്രധാനം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലേക്ക് വരുമ്പോഴോ അത് മൂന്നായിട്ടാണ് നിൽക്കുന്നത്: പാർവതി, സരസ്വതി, ലക്ഷ്മി. പാർവതി, സരസ്വതി, ലക്ഷ്മി എന്ന് പറയുന്ന ദിവകാരണമായിരിക്കുന്ന മൂന്ന് ചൈതന്യങ്ങളിൽ നിന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള ദേവതാ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. സപ്തമാതൃക്കളും അഷ്ടമാതൃക്കളും സർവ ദേവീ സങ്കല്പങ്ങളും എല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദ്രവ്യത്തിൻ്റെ പല പരിമാണത്താലും പരിണാമത്താലും ഒക്കെയാണ് ദ്രവ്യസങ്കല്പങ്ങൾ രൂപപ്പെടുന്നത്. ഒരു ഉറവ ഒഴുകി എങ്ങനെ കല്ലോലിനിയായി, മന്ദാകിനിയായി, അത് പുഴയായി, നദിയായി, സരിത്തായി സമുദ്രത്തിൽ മുദ്ര ചെയ്യപ്പെടുന്നുവോ അതുപോലെ നാമങ്ങൾ പരിമാണത്താലും പരിണാമത്താലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ നിഗൂഢതകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോരുത്തർക്ക് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. യുദ്ധങ്ങളും കലഹങ്ങളും കലാപങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളുമായിട്ട് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. നമുക്കറിയില്ല എന്താണെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. നമുക്ക് കൂടുതൽ നിഗൂഢതകളാണ് നമുക്കിഷ്ടം. അറിയുന്തോറും അകലുന്ന മഹാസാഗരം പോലെയാണ് ദൈവം എന്നാണ് നമ്മളുടെ വിശ്വാസം. അകലാനും അടുക്കാനും പറ്റാത്തൊരു പ്രതിഭാസമാണ് ദൈവം എന്ന് പറയുന്നത്. അത് ദിവകാരണമായിരിക്കുന്ന 6 വൈഭവത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. ഇപ്പോൾ പാർവതി ആയാലും ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും ചണ്ഡി ആയാലും ചാമുണ്ഡി ആയാലും ഭദ്രകാളി ആയാലും ഭൈരവി ആയാലും ഭുവനേശ്വരി ആയാലും വെള്ളം ഭൗതി ആയാലും ഐലേഷി ആയാലും എല്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പ്രണവവേദം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കാണണം. നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ശ്രീചക്രം, എന്താണ് ശ്രീവിദ്യ, എന്താണ് ലളിതാംബിക, എന്താണ് അംബിക, എന്താണ് വിദ്യ, എന്താണ് അവിദ്യ, എന്താണ് ചേഷ്ടാഭഗവതി, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയണം. അറിഞ്ഞേ മതിയാകൂ. ഇത് ഭാരതത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വേദതലമാണ് തിയോളജി. നമുക്ക് തുടരാം.